ഇപ്പോഴത്തെ സാഹചര്യം, ഈ കലിയുഗത്തിൽ സത്വഗുണം വളരെ കുറവാണ്. സത്വഗുണത്തിൽ മാത്രമേ മനസ്സ് ശാന്തമായിട്ടിരിക്കൂ. രജോ ഗുണത്തിൽ മനസ്സ് ചഞ്ചലമാകും. തമോ ഗുണത്തിൽ മനസ്സ് അലസതയിലേക്ക് പോകും. അന്നേരം മനസ്സിനെ സത്വഗുണത്തിൽ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ജപം, ധ്യാനം, തപശ്ചര്യകൾ, അതിനനുസരിച്ച് വ്രതാനുഷ്ഠാനങ്ങൾ, നല്ല നല്ല ചിന്തകൾ, ഭഗവത് ധ്യാനം, അത് തുടർച്ചയായിട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിനെ സത്വഗുണത്തിൽ പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷെ നമ്മൾ ശരീരമല്ല, നമ്മൾ മനസ്സുമല്ല. പക്ഷേ നമ്മൾ ശരീരമാണെന്ന് കരുതി ജീവിക്കുന്നത് കൊണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അടിമയായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തല്ല എന്ന് നമ്മൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നമ്മൾ എന്താണോ അല്ലാത്തത് അത് നമ്മളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുകയാണ്. അതുകൊണ്ട് എന്താണോ നമ്മൾ അല്ലാത്തത് അത് നമ്മളാണെന്ന് കരുതി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്താണോ നമ്മൾ ആണെന്ന് കരുതുന്നത് അതിനെ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ അതിനു വേണ്ടി ഉപയോഗിക്കും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരീരമല്ല, നമ്മൾ മനസ്സുമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവാണ്. അന്നേരം ആത്മാവ് ചെയ്യേണ്ട കാര്യങ്ങൾ ശരീരത്തെ കൊണ്ടും മനസ്സിനെ കൊണ്ടും ചെയ്യിപ്പിക്കുക. അപ്പോൾ ഈ ശരീരം മനസ്സും അതിൽ നിന്ന് നമ്മൾ മുക്തരാകും. പക്ഷെ ഇപ്പോൾ നമ്മൾ ശരീരബോധത്തിൽ അങ്ങ് പൂർണ്ണമായിട്ട് മഗ്നരായിട്ടിരിക്കുന്നതുകൊണ്ട് ശരീരത്തിൽ നിന്ന് പുറത്തു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. മരണസമയത്ത് ശരീരം ഉപേക്ഷിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ നിന്ന് നമ്മൾ മുക്തരാകുന്നില്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് മുക്തി നേടിയെടുക്കുക എന്നതാണ്. പക്ഷേ ഈ മനസ്സാണ് ഗുണങ്ങൾക്കനുസരിച്ച് മാറുന്നത്.